ഗൗരി, മന്ത്രിക്കസേര കിട്ടിയില്ലെങ്കിൽ പിന്തുണ പിൻവലിക്കുമെന്ന് കുട്ടിമൂസ. നടക്കില്ലെന്ന് ലീഡർ. ഒടുവിൽ പ്രശ്ന പരിഹാരത്തിന് ഡൽഹിക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് എന്റെ ചെല്ലൽ. പിന്നെല്ലാം വളരെ പെട്ടെന്നായി. എന്റെ ബുദ്ധിപരമായ നീക്കം കൊണ്ട് പ്രശ്നം അവസാനിച്ചു. മൂസയ്ക്ക് സന്തോഷം, ലീഡർക്ക് സന്തോഷം. ഇത് ഇന്ന് നീ പറയുന്ന എത്രാമത്തെ പുളുവാണെന്നറിയോ? ഞാൻ പറഞ്ഞ പുളുവാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? കുറെ കാലമായില്ലേ നിന്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. നിന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കും? സ്നേഹിതന്മാർക്ക് വേണ്ടി വനവാസത്തിന് വരെ പോകാൻ മടിയില്ലാത്തവനാണ് ഈ ശ്രീരാമൻ. നേതാവ് എങ്ങോട്ടാ? വോട്ട് ചെയ്യാൻ പോവാ? അല്ല, ബൂത്തിന് കാവലിരിക്കാൻ. എന്താ കൂട്ടിന് പോരുന്നോ? മാറടേ. പോകാൻ വരട്ടെ. എന്താ നേതാവിന്റെ ഉദ്ദേശം? കമ്പനി പൂട്ടിക്കാനാ? കമ്പനി പൂട്ടിക്കുക മാത്രമല്ല, വേണ്ടി വന്ന സകലരെ നാട്ടിൽ നിന്ന് ഓട്ടിക്കുകയും ചെയ്യും. അവനെ ഒന്നും ചെയ്യരുത്. പ്രസംഗിച്ചത് ഞാന്. പറയാനുള്ളത് ഇങ്ങോട്ട് പറയാം. മുരളി, നമ്മൾ ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരാണ്. വെറുതെ പ്രശ്നത്തിന് നിൽക്കണ്ട. നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയാണ് നീ ഇത് ചെയ്യുന്നതെങ്കിൽ നാളെ പിരിവിട്ടാണെങ്കിലും ആ കാശ് നിനക്ക് ഞാൻ തരും. ഓ, ഇതുകൊണ്ടൊന്നും ഞങ്ങളെ ഒതുക്കാനാവില്ലെന്ന് നിന്റെ മുതലാളിയോട് ചെന്ന് പറഞ്ഞേക്ക്. ചെന്ന് പറഞ്ഞേരെ, ഇല്ലെങ്കിൽ എല്ലാം വളരെ പെട്ടെന്നായിരിക്കും. അയ്യോ, തല്ലി കൊല്ലണവന്മാരെ. ഇങ്ങനെയാണോ രക്ഷപ്പെടുന്നത്? തീർച്ചയായും തല പോയല്ലേ. എന്റെ അമ്മേ, അയ്യോ, ഓടിക്കോടാ. അവളെ കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കാൻ നടക്കുന്ന. അയ്യോ, ഇവനൊക്കെ ആട്ടിക്കും ഞാൻ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നല്ലേ. നമുക്ക് പെട്ടെന്ന് പോവാം. ഇനി ചുക്കും കുരുമുളകും ഇട്ട് ഇച്ചിരി കാപ്പിയും കൂടെ കുടിച്ചിട്ട് പൊതച്ചു മൂടി കിടന്നോളൂ. വേണ്ട, പോണം. ഇന്നെങ്കിലും ലീവ് എടുത്തുകൂടെ? സാരമില്ല, പോകുന്നിടം വരെ അങ്ങോട്ട് പോട്ടെ. നാളെ ഉസ്മാന് സംഭവിച്ച പോലെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഇനി മനസ്സിൽ നിന്ന് അത് വിട്ടുപോയില്ലേ? ഇല്ലടോ, ഒരു പേക്കിനാവ് പോലെ അതിനെ വല്ലാതെ അലട്ടുക. സിന്ധുവിന്റെ അമ്മുന്റെയും കാര്യം ഓർക്കുമ്പോ വയ്യെങ്കിലും നടന്നു പോവാ. അച്ഛാ, തയ്യലിന് പോയിട്ട് ആദ്യമായിട്ട് കിട്ടിയതാ. വിവാഹപ്രായമായ നീ ഇതിനകത്തിരുന്ന്
ഓരോന്ന് ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ അച്ഛൻ നിന്നെ തയ്യലിന് അയച്ചത്. അല്ലാതെ ഈ വരുമാനം പ്രതീക്ഷിച്ചിട്ടല്ല. എന്നാലും അച്ഛനിത് വളരെ സന്തോഷായി. ഇത് മോള് വെച്ചോ, നിനക്ക് വലിയ ആവശ്യങ്ങള് മോള് വെച്ചോ. ആദ്യ ശമ്പളവും വാങ്ങി അരിയിൽ വന്ന് നിൽക്കുമ്പോ തലേ കൈവച്ച് അനുഗ്രഹിക്കണമെന്ന് ആശിച്ചത് ഗൗരിയാണ്. മരിക്കുന്നതിന് മുമ്പ് അതിനുള്ള ഭാഗ്യം ഉണ്ടാവൂ ലക്ഷ്മി? ഉണ്ടാവും. ഈശ്വരൻ അതിനുള്ള ഭാഗ്യം അവന് കൊടുക്കും. അവന്റെ നന്മ കണ്ടിട്ടേ നമ്മൾ മരിക്കും. ആ പിന്നെ ബാങ്കിൽ പണം കെട്ടേണ്ട തീയതി ഇന്ന്. കഴിഞ്ഞ ഗഡുവും കൂട്ടി ഇപ്പൊ 3 മുടക്കം. അച്ഛാ, എല്ലാം ഭദ്രമായിരിക്കും. താങ്കൾ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ഫ്ലൈറ്റ് കൃത്യസമയത്തെത്തി. അതെ, ശരി, ഗുഡ് നൈറ്റ്. എന്താണ് നിർദ്ദേശം? ഒന്നുമില്ല, നീക്കങ്ങൾ കരുതലോടെ ആയിരിക്കണമെന്ന് പറയുകയായിരുന്നു മിസ്റ്റർ എക്സ്. വിദേശ രാജ്യങ്ങളിലെ നിക്ഷേപങ്ങളെക്കുറിച്ച് ആവശ്യമില്ലാത്ത അന്വേഷണങ്ങളും നടപടികളുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അവരിങ്ങനെ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തത്. ലാഭകരമായ കച്ചവട സാധ്യതകൾ ഏറെയുള്ള സ്ഥാപനങ്ങൾ ബിനാമിയായി ഏറ്റെടുത്ത് നടത്തുക. എന്തൊക്കെയായാലും ഒടുവിൽ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നുള്ള സാഹചര്യത്തിൽ അതിവിടെ തന്നെ ആകാമെന്ന് തീരുമാനിച്ചു. മിസ്റ്റർ എക്സിന്റെ നോട്ടം ഈ കാർബൈഡ് കമ്പനിയാണ്. തീരുമാനം എന്തുകൊണ്ടും ബുദ്ധിപരം തന്നെ. പക്ഷേ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്കെന്ത് നേട്ടം? കേന്ദ്രത്തിലിരിക്കുന്ന അധികാരി വർഗത്തിന്റെ ഇഷ്ടം സമ്പാദിച്ചാൽ അതൊരു നഷ്ടക്കച്ചവടമാകുമെന്ന് പപ്പന് തോന്നുന്നുണ്ടോ? എന്നല്ല, ഡോണ്ട് വറി, ബാലൻസ് ഷീറ്റിൽ ലാഭത്തിന്റെ കോളത്തിലെ നിങ്ങൾക്ക് കുറിക്കേണ്ടി വരൂ. ആ പിന്നെ ഇതിന്റെ ആദ്യാവസാന മൂവ്മെന്റ്സിന്റെ ചുക്കാൻ പിടിക്കാൻ കരുത്തും കഴിവും ഈ ലൊക്കാലിറ്റിയിൽ സ്വാധീനവുമുള്ള ഒരാളിനെ പപ്പൻ എനിക്ക് നിർദ്ദേശിച്ചല്ലോ. നിർദ്ദേശിക്കുമ്പോൾ തെറ്റൊരിക്കലും പറ്റരുത്. കോടികൾ കൊണ്ടുള്ള കളിയാണേ. ബിരുദധാരി, തൊഴിൽ രഹിതൻ, ഒപ്പം എന്തും ചെയ്യാനുള്ള കരുത്തും. ഇവയാണ് ബയോഡാറ്റ. പേര് ഗൗരി ശങ്കർ. അച്ഛാ, എങ്കിലുടൻ നേരിട്ട് കാണാൻ വേണ്ടത് ചെയ്യൂ. അവന്റെ സാമുദ്രിക ലക്ഷണങ്ങൾ കൂടി നോക്കണമല്ലോ. എനിക്ക് ബുധനാഴ്ച തന്നെ കേന്ദ്രത്തിലേക്ക് മടങ്ങണം. ഓക്കെ. പിന്നെ ഈ മിസ്റ്റർ എക്സ് ആരാണെന്ന് ഇതുവരെ പറഞ്ഞില്ല. എക്സ് അല്ല, ഗുണന ചിഹ്നം. 1 10 പെരുപ്പിക്കുന്നവനാരോ അവൻ.